ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് കനകകുന്ന് നടക്കുന്ന നഗരവസന്തം ഫ്ലവർ ഷോയുടെ ഭാഗമായ ബോൺസായി പവലിയനിലാണ്. ഇന്നിപ്പോൾ ഈ ഷോയുടെ അവസാന ദിവസമാണ്. രാത്രി 11 മണി കഴിഞ്ഞു കേട്ടോ. എറണാകുളത്ത് ഒരു ഒഫീഷ്യൽ ട്രിപ്പ് കഴിഞ്ഞാണ് ഇവിടേക്ക് വന്നത്. ഒരു വീഡിയോ എടുക്കാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. എന്നാലും ഈ ബോൺസായി മരങ്ങളുടെ കിടിലൻ കളക്ഷൻ കണ്ടപ്പോൾ അത് നിങ്ങളെയും കാണിക്കാതിരിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. ഇവിടെ നമുക്ക് പലതരത്തിൽ പല ആശയങ്ങളിൽ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു 45-50 വർഷം വരെ പഴക്കമുള്ള അല്ലെങ്കിൽ പ്രായമുള്ള ഒരുപാട് ബോൺസായി മരങ്ങൾ കാണാൻ സാധിക്കുന്നു. ശരിക്കും ബോൺസായി എന്താണെന്ന് അറിയാത്തവർക്കും ബോൺസായി ഇഷ്ടമില്ലാത്തവർക്കും ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. സോ നമുക്ക് സമയം പാഴാക്കാതെ വളരെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു ഓട്ടപ്രദക്ഷിണം നടത്തി ഈ മരങ്ങളൊക്കെ ഞാനൊന്ന് കാണുകയാണ്. കണ്ടതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ മരങ്ങളെയും നിങ്ങളെ കാണിക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. എനിക്ക് 100% ഉറപ്പാണ് ഈ ഓരോ മരങ്ങളും ഒരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ബോൺസായി എന്താണെന്ന് അറിയാത്തവർക്ക് അല്ലെങ്കിൽ ബോൺസായി എന്ന ആശയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരു പ്രത്യേക വീഡിയോ ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ അതും കൂടെ കാണുക. നമുക്ക് ഓരോ ചെടികളിലേക്ക് കിടക്കാം, ഓരോ മരങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കാണുന്ന ഒരു 40 വർഷം പഴക്കമുള്ള ഫൈക്കസ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിന് 40 വർഷം. തൊട്ടടുത്ത് കാണുന്നത് 35 വർഷം പഴക്കമുള്ള നമ്മുടെ അരയാൽ എന്ന് പറഞ്ഞ സാധനം, ഫൈക്കസ് റിലീജിയോസ എന്ന് പറയും. കേട്ടോ, എന്ത് ഭംഗിയായിട്ടാണ് ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക കേട്ടോ. വളരെ രസകരമാണ്. ശരിക്കും ബോൺസായി എന്നെ അതിശയിപ്പിക്കുന്നത് ഈ പോട്ടാണ്. ഈ പോട്ടുകളിൽ ഇത്രയും ഭീമൻ വൃക്ഷങ്ങളെ മെരുക്കി വളർത്തിയിരിക്കുന്ന കാണുന്നതിൻ്റെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. എന്ത് ഗാംഭീര്യമുള്ള മരങ്ങളാണെന്ന് നോക്കിയേ. പ്ലസ് ആ പോട്ടിനെയും ശ്രദ്ധിക്കൂ, എത്ര മണ്ണ് അതിലുള്ളതെന്ന് നോക്കൂ. ഇതെല്ലാം ഫൈക്കസ് തന്നെയാണ്. ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ സീ ഗ്രേപ്പ് ട്രീ എന്നാണ് പറയുക. സീ ഗ്രേപ്പ്, ഇതിൽ നമ്മുടെ ഗ്രേപ്സ് പോലത്തെ ഫ്രൂട്ട്സ് ഉണ്ടാകും. ഇതിന് 30 വർഷം പഴക്കമുണ്ട്. കണ്ടോ, ഇതൊരു മാവാണ്. ഈ മാവിനും 21 വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലതിൻ്റെയും ടാഗ് ഇളകിപ്പോയിട്ടുണ്ട്. കുറേ എണ്ണത്തിൻ്റെ ടാഗ് ഉണ്ട്. ടാഗ് നോക്കിയാൽ ഞാൻ മനസ്സിലാക്കുന്നത് വീഡിയോ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കാം പലതിലും ടാഗില്ല. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ബോധിവൃക്ഷമാണ്. ആലിൻ്റെ തന്നെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ബോധിവൃക്ഷമാണ്. ബോധിവൃക്ഷം നമുക്കറിയാം, നമ്മുടെ ശ്രീബുധന് ജ്ഞാനോദയം ഉണ്ടായത് ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോഴാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. സോ ഇനി വരുന്ന വേറൊരു ആശയമാണ് മരക്കൂട്ടം എന്നാണ് ഈ ആശയം. ഒരു കൂട്ടമായിട്ട് മരങ്ങളെ ബോൺസായി ആക്കി നിർത്തിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ശരിക്കും അതിൻ്റെ പോട്ട് നോക്കിയാൽ ചെറിയൊരു ട്രേ മാത്രമേ ഉള്ളൂ. ആ ട്രേയിലാണ് വളർത്തിയിരിക്കുന്നത്. ഇത് രണ്ടും തന്നെ ഒരു നല്ല പഴക്കമുള്ളതാണ്. 40 വർഷം പഴക്കം എന്നാണ് കാണിച്ചിരിക്കുന്നത് രണ്ട് ചെടികളും. ശരിക്കും ഒരു മനുഷ്യായുസിൻ്റെ നല്ലൊരു ഭാഗവും ഒരു ബോൺസായിയുടെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും ഇങ്ങനെ ഒരു ബോൺസായി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, അല്ലേ? ഇത് നമ്മുടെ പേരാലാണ്. സാധാരണ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ കാവുകളിലൊക്കെ കാണുന്ന പേരാലാണ്. ഫൈക്കസ് ബംഗാലൻസിസ് എന്നാണ് പറയുക. ശരിക്കും തടിയൊക്കെ വെച്ച് ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇതും ഫൈക്കസിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട വേറൊരു മരമാണ്. ഫൈക്കസ് ലിപ്സ്റ്റിക് എന്നാണ് പറയുക. ഇതിന് 32 വർഷം പഴക്കമുണ്ട്. കേട്ടോ, അത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ബോൺസായി ആക്കി മാറ്റാൻ ഏറ്റവും എളുപ്പം ഈ ഫൈക്കസ് വർഗ്ഗത്തിൽപ്പെട്ട ചെടികളാണ്. ഏകദേശം 1000-ഓളം വെറൈറ്റീസ് ഓഫ് ഫൈക്കസ് ഉണ്ട്. ഈ കാണുന്നതും ഫൈക്കസ് വൈറൻസ് എന്നൊരു സാധനമാണ്. ആൽമരം എന്ന് സാധാരണ അമ്പലങ്ങളിലൊക്കെ കാണുന്നത് തന്നെയാണ് ആൽമരം. 35 വർഷം പഴക്കമുണ്ട് അതിന്. കണ്ടോ, എന്ത് ഗാംഭീര്യമാണെന്ന് നോക്കി ഈ മരങ്ങൾക്ക്. ഇത് നമ്മുടെ സാധാരണ പുളിമരമാണ്, വാളൻ പുളി എന്ന് പറഞ്ഞ ടാമറിൻഡസ് ഇൻഡിക്ക എന്ന് പറയും അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. ഇതിനും 30 വർഷം പഴക്കമുണ്ട്. ഇതുകൊണ്ട് വേരൊക്കെ ട്രേയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല ഗാംഭീര്യത്തോടെ നിൽക്കുന്നൊരു ബോൺസായിയാണ്. ഇതെങ്ങനെയാണ് ഈ ട്രേയിൽ നിർത്തുന്നതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ശരിക്കും ബാലപാഠങ്ങൾ അതൊക്കെ. ഇഷ്ടമുള്ളൊരു കയറി കാണുക കേട്ടോ ആ വീഡിയോ കൂടെ. ഇതും മറ്റൊരു തരം ഫൈക്കസ് തന്നെയാണ്. ഇതിൻ്റെ പേരും ടാഗും ഒന്നും കാണുന്നില്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു മരമാണ്. ഇത് നോക്കി എന്ത് രസമാണ്. അതിൻ്റെ പോട്ട് നോക്കിക്കേ, അടിപൊളിയാണ്. ശരിക്കും എൻ്റെ ഒരു വീക്ക്നെസ് ആട്ടോ ഈ ബോൺസായി എന്ന് പറഞ്ഞാൽ. എൻ്റെ കടുത്ത ആരാധകനാണ് ബോൺസായിയുടെ.
നമ്മുടെ ഫൈക്കസ് മൈക്രോ കാർപ്പ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ ഇതിൻ്റെ ബോൺസായി കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. ബാർബാബ എന്നൊരു മരമാണ്, എനിക്കറിയില്ല എന്ത് മരമാണെന്ന്. ഇത് കണ്ടോ 40 വർഷം പഴക്കമുള്ളൊരു പുളിമരമാണ്. നമ്മുടെ പുളി നേരത്തെ ഞാൻ കാണിച്ചിരുന്നു, വാളൻ പുളി എന്ന് പറഞ്ഞ സാധനം. ഇതാണ് ശരിക്കും ഫൈക്കസ് ലോങ് ഐലൻഡ് എന്ന് പറയുന്നത്. 40 വർഷം അതിൻ്റെ പഴക്കം കണ്ടോ. എല്ലാം ഫൈക്കസ് തന്നെയാണ്, പലതരം ഫൈക്കസ്. പക്ഷേ എൻ്റെ ഭംഗി നോക്കിക്കുക ചെടികളുടെ. കുഞ്ഞൻ ട്രെയിലിരിക്കുന്നത്, ഓഫ്. ഇതൊക്കെ ഫൈക്കസിൻ്റെ പല പല വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ. ഇതെനിക്കൊന്ന് കാൻഡിൽ ട്രീ എന്ന് പറഞ്ഞൊരു മരമാണ്. ഇത് ബോൺസായി ആക്കാൻ ബെസ്റ്റാണ്. ശരിക്കും മരത്തിൻ്റെ വലിയ മരത്തിൻ്റെ ലുക്കാണ്. ഇത് വീണ്ടും മരക്കൂട്ടം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കൂട്ടം മരങ്ങൾ ചെറിയൊരു ട്രെയിൽ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയൊരു മരമാണ് കേട്ടോ. എനിക്ക് അരയാലാണെന്ന് തോന്നുന്നുണ്ട്. യെസ്, അടിപൊളിയല്ലേ കാണാൻ. ഓ ഇത് പുതിയ വേറൊരു ആശയമാണ് കേട്ടോ. ചരിഞ്ഞ് കിടക്കുന്ന ഒരു പുളിമരമാണ്. വീണ് കിടക്കുന്ന പോലെ തോന്നും, പക്ഷെ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അത്. ഇതും അത് തന്നെ കണ്ടോ, ചരിഞ്ഞ് വീണ് കിടക്കുന്ന ഒരു വലിയ മരം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത മാതിരിയാണ് ഈ ബോൺസായി ചെയ്തിരിക്കുന്നത്. ഇത് മറ്റൊരാശയമാണ്. നമ്മുടെ സാധാരണ വെള്ളച്ചാട്ടങ്ങളിലേക്കൊക്കെ മരങ്ങളിങ്ങനെ വളർന്ന് താഴേക്ക് നിൽക്കില്ലേ, മേളിൽ നിന്ന് താഴേക്ക്, ആ ഒരു രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബോൺസായാണ് അത് കാണുന്നത്. ഇതും സെയിം ആശയമാണ്, അതേ കൺസെപ്റ്റിലാണ് ഈ ബോൺസായി നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടോ, എല്ലാം കിടിലൻ ലുക്കാണ്. ഇതേ മറ്റൊരു കുഞ്ഞൻ അടിപൊളിയായിട്ട് ഇതുകൊണ്ട്. എല്ലാം കൊണ്ടും കണ്ണിന് ശരിക്കും കുളിർമ നൽകുന്ന അനുഭവം തന്നെ ഉണ്ടോ ഈ ബോൺസായി. ഇതും പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫൈക്കസ് തന്നെയാണ്, അരയാലെന്ന് പറഞ്ഞ സാധനം. ഫൈക്കസ് റിലീജിയോസ എന്ന് പറയും. ഒരു വൻവൃക്ഷത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു കുഞ്ഞൻ പ്ലാന്റ്, അതാണ് ബോൺസായി. ഇതൊന്നും അധികം പഴക്കമില്ലാത്ത മരങ്ങളാണ്, എന്നാലും ഒരു 10-12 വർഷം പഴക്കം ഉണ്ടാവും കേട്ടോ. ഉണ്ടാക്കി എടുക്കണമെങ്കിൽ. അടിപൊളി കണ്ടത് വേറൊരു ആശയമാണ് കണ്ടോ. എന്ത് രസമായിട്ട് നിൽക്കണം എന്നൊക്കെയാ മരം. ഇത് ഒരു കുഞ്ഞൻ റൗണ്ട് പോട്ടിൽ നിർത്തിയ മരക്കൂട്ടമാണ് ഈ കാണുന്നത്. യെസ്, ഒരു ലീഫ് പോലും ഒന്ന് പഴുക്കുകയോ ഉണങ്ങുകയോ കരിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ ഭംഗി. ഇതഗെയിൻ ഫൈക്കസ് ബംഗാലെൻസിസ്, നമ്മുടെ പേരാൽ കണ്ടോ, ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെയൊക്കെ ട്രേ നോക്കിയാൽ, പോട്ട് നോക്കിക്കേ, വൗ എന്ത് രസമാണ്. വലിയൊരു ഷീറ്റിൻ്റെ പുറത്ത് വെറുതെ കല്ലടിക്ക് വെച്ചിട്ട് മണ്ണിട്ട് നട്ടിരിക്കുക. ഇതധികം പഴക്കമില്ലാത്തൊരു മരമാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഫൈക്കസ് വൈറൻസ് എന്ന് പറഞ്ഞ സാധനമാണ്. 12 വർഷമേ പഴക്കമുള്ളൂ കേട്ടോ. അതും ആൽമരത്തിൻ്റെ വർഗത്തിലുള്ളത് തന്നെയാണ്. ഇത് നമ്മുടെ പേരാലാണ്. പേരാൽ, അരയാൽ ഇതൊക്കെ തന്നെയാണ്
ബോൺസായി ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം. പിന്നെ ഇതുപോലെ ഫൈക്കസ് മൈക്രോ കാർപ്പ എന്ന് പറഞ്ഞ സാധനം ഒരു മിനിയേച്ചർ ഫൈക്കസ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ നേരത്തെ കണ്ട സീ ഗ്രേപ്പ് ആണെന്ന് തോന്നുന്നുണ്ട്. അടിപൊളി. എന്ത് രസമല്ലേ. ശരിക്കും ഇതിൻ്റെ പുറകെ ഇത്രയും എഫേർട്ട് ഇട്ട് ഇതൊക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണം. ഞാനൊക്കെ ചെയ്യുന്ന ഒന്നുമല്ല ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ. അതിൻ്റെ ചുവട്ടിലൊക്കെ എന്തുമാത്രം നാച്ചുറാലിറ്റിയാണ് കാണിച്ചിരിക്കുന്നതെന്ന് കണ്ടോ. ഞങ്ങളുടെ കാറ്റാടി മരം എന്ന് ഇതിനെ പറയുന്നത്, ശരിക്കുള്ള പേര് എനിക്കറിയില്ല. ഞങ്ങൾ കാറ്റാടി എന്നാണ് പറയാം കേട്ടോ നാട്ടിൽ. മറ്റൊരു അരയാൽ. ഇത് ഞാൻ പറഞ്ഞ കാൻഡിൽ ട്രീ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ പേരെന്ന് തോന്നുന്നു. ആ ശരിയാ, കാൻഡിൽ ട്രീ നാടൻ പേരാണ്, ശരിക്കുള്ള പേര് എനിക്കറിയില്ല കേട്ടോ. ഇതൊരു വലിയ പുളിമരമാണ് കണ്ടോ. ഇതിലതുകൊണ്ട് പുളികളൊക്കെ നിൽപ്പുണ്ട്. 40 വർഷം പഴക്കം അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനും 40 വർഷം പഴക്കമുണ്ട്. ഫൈക്കസ് തന്നെയാണ്. വാവ്, എന്താ നോക്കിയാൽ എൻ്റെ ഒരു ഭംഗി. ആൽമരം, ഫൈക്കസ് വൈറൻസ് എന്ന് പറഞ്ഞ സാധനം. വെറുതെ ഒരു സ്റ്റാൻഡ് അപ്പുറത്തങ്ങ് ഇരിക്കുക അതൊക്കെ അല്ലേ. വീണ്ടും ഒരു മരക്കൂട്ടം കാണാം. എന്ത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നല്ലേ ഇതൊക്കെ. 40 വർഷം പഴക്കം ഇതിനും കാണിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ബോൺസായി മരങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.